പോയി താമസിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തികളാണ്. അപ്പൊ നമ്മൾ എന്താ സന്തോഷിക്കുക ചെയ്യല്ലേ? ദുബായിക്കൊക്കെ ഒരു അവസരം കിട്ടി, അവിടെ പോയിട്ടൊക്കെ താമസിക്കാൻ അവസരം കിട്ടി പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഒട്ടനെ ചാടി പുറപ്പെട്ട് പോകും. അയ്യോ എൻ്റെ ഷാജിദ, കൂടെ കിടന്നവനെ രാപ്പനെ അറിയുന്നൊരു ചൊല്ലുണ്ട്. ആ ചൊല്ലറിയുന്ന ഒരു ഭാര്യയും ഗൾഫിലേക്കെന്നല്ല ഏതൊരു സ്ഥലത്തേക്കും വിളിച്ചാൽ പോകൂല. അതറിയാത്ത, അതൊന്നും ഇല്ലാത്ത ഭാര്യമാർ മാത്രമേ ഭർത്താക്കന്മാർ ഗൾഫിലേക്ക് വിളിച്ചാൽ പോകൂലൂ. പക്ഷെ ഈ പെണ്ണ് എന്ന് പറയുന്ന അവന്റെ കീഴിൽ അല്ലെങ്കിൽ അവന്റെ ഒരു ഇതിൽ അടിമപ്പെട്ട് ജീവിക്കാണ് ഈ പറയുന്ന വ്യക്തി. അത് ഏത് ഷെരീഫിന്റെ ഭാര്യ എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഷെരീഫ് സഹിക്കോ? ഇല്ല, ഷെരീഫ് തല്ലി കൊല്ലും. ഈ ഷെരീഫും മറ്റുള്ള ആൾക്കാരും റിയാക്ഷൻ വീഡിയോ ഇട്ടാൽ ഇവൾ പറയലുണ്ട്, നമ്മളെ പച്ചറിച്ച് തിന്നിട്ടില്ലേ നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നു. ഇപ്പം ഷാജിദക്ക് എന്താ പറയുക, ബന്ദറിച്ച് ഒന്നും കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പം ഷാജിദ് പച്ചറിച്ച് തിന്നിട്ട് പൈസ ഉണ്ടാക്കും. അല്ലാണ്ട് എന്തിനാ ഈ പാർട്ടീൻ്റെയും ഈ ഷെരീഫിൻ്റെയും കാര്യം ഈ യൂട്യൂബിൽ വന്ന് വിളമ്പിയിട്ട് പൈസ ഉണ്ടാക്കുന്നത്? അപ്പം എന്തായി? മുമ്പേ എന്ന് പറഞ്ഞാൽ കാലം പാർത്താലാണ്. ഇപ്പം ഇരുന്ന് വിളമ്പ് എണീക്കുന്നതിന് പിന്നെ എല്ലാ പ്രവൃത്തിയും. ഷെരീഫിന്റെ കൂടെ കടന്നിട്ടുണ്ടായിരുന്ന രാവിലെ എണീച്ച് ഓടിയ പെണ്ണിന്റെ കാര്യം ഷെരീഫ് മുണ്ടണില്ല. എന്തേ ഷെരീഫ്? രണ്ടാമത്തെ കല്യാണമാണല്ലോ. ഫസ്റ്റത്തെ ഭാര്യ എന്തുകൊണ്ട് നിന്റെ കൂടെ കടന്ന പായിന്ന് എണീച്ച് ഓടിയെന്ന് നീ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എടി, ഈ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റുന്നതെന്ന് ആൾ പറയൽ. അങ്ങനെ നിന്നെ മാതിരി കുടുംബത്തിനെ കൊണ്ടുവന്ന് നാറ്റിക്കുന്ന പ്ലാറ്റ്ഫോമാണ് നിനക്ക് യൂട്യൂബ്. അതുപോലെയല്ല നല്ല തൻ്റെയുള്ള ആണുങ്ങൾക്ക് ഒരു ലൈഫല്ല 2 ലൈഫ് പരാജയപ്പെട്ടാലും അവരിതൊന്നും കൊണ്ടുവന്ന് വിളമ്പൂലടി. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ഈ പറയുന്ന പോലെ തന്നെ കൈയില്ലാത്തവൻ ചെറുവിരലില്ലാത്ത മനുഷ്യനെ കളിയാക്കണ രീതിയാണ് ഇത്. അപ്പൊ എനിക്ക് സുമിനോടാണ് പറയാനുള്ളത്, എന്നോ 10 വർഷം കഴിഞ്ഞിട്ട് വരുന്ന ആർത്തവത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ആ കുട്ടീനെ നീ അവരിൽ നിന്ന് പിരിക്കണ്ട. പിന്നെ നിനക്ക് ഉമ്മ എന്നുള്ള സ്ഥാനം മാത്രമേ ഉള്ളൂ. ഉമ്മ എന്നുള്ള സ്നേഹം ആ കുട്ടികൾ നിനക്ക് തരുന്നില്ല. ഉമ്മ എന്നുള്ള നിന്നെ അവര് വെറുക്കാണ്. കാരണം എന്താന്ന് വെച്ചാല് നിന്റെ ആ പ്രവൃത്തികള്, കുട്ടികളുടെ വാതിലടച്ചിട്ടുള്ള ഓരോ പ്രവൃത്തികള്, മക്കളുടെ മുന്നിൽ ഓരോന്ന്, ചെറിയ മക്കള് മുതൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ ഏതാന്നൊക്കെ. അവിഹിത അല്ലെങ്കിൽ പോലും ആ മക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് ഒരു കെട്ടിയ അവരുടെ ഉപ്പയില്ലാത്ത വേറൊരു വ്യക്തി വീട്ടിൽ വരുമ്പോൾ വാതിലടച്ച് നീ മുണ്ടാണ്ട് ആ വീട്ടിൽ ഈ ചെറിയ 1.5 വയസ്സായ 1 വയസ്സായ കുട്ടികളൊക്കെ റൂമിലിട്ട് അടയ്ക്കുമ്പോഴൊക്കെ ഈ മൂത്ത മകൻ 8, 7, 6 വയസ്സുള്ള മക്കൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്റെ ഷാരിഖ് മോനൊക്കെ നല്ല ബുദ്ധിയാണ്. എന്ത് കാര്യങ്ങളും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന മക്കളാണ്. അപ്പൊ നിന്റെ ഭാഗത്ത് ഒരു ന്യായമില്ല, നിന്റെ ഭാഗത്ത് ഒരു എടി, എനിക്ക് വേറൊന്നും കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും നീ ഷെരീഫിൻ്റെ എന്താ പറയുക ലൈഫിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ വന്നിട്ട് വിളമ്പുന്നു. നിൻ്റെ എന്താ പറയുക വീട്ടിലെ കുടുംബക്കാരുടെ കാര്യങ്ങളൊക്കെ കാണുന്നില്ല യൂട്യൂബിലൊന്ന് വിളമ്പുന്നു. അതുപോലെ നിനക്കൊന്നും കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഷെരീഫിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ വന്ന് വിളമ്പുന്നല്ലേ. പിന്നെ പറയുന്നത് ഫാത്തിഹിൻ്റെ കുടുംബകാര്യം. അത് നീ തന്നെ പറയുന്നുണ്ട് മറ്റുള്ളവരെ കുടുംബകാര്യത്തിന് എന്തിനാ ഇടപെടുന്നത്? നിൻ്റെ കാര്യത്തിൽ മറ്റുള്ളവർ വീഡിയോ ചെയ്യുമ്പോൾ നീ അങ്ങനെ പറയാറ്. അപ്പം നിനക്കെല്ലാതിലും ഇടപെടാം അല്ലേ? പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, എല്ലാവരുടെ ഇറച്ചിയും കാക്കക്ക് വേണം, കാക്കയുടെ ഇറച്ചി ആർക്കും പറ്റില്ല. അതേ നടപടിയാണ് ഇപ്പം നീ എടുക്കുന്നത്. കുടുംബത്തിനെ പറ്റി പറഞ്ഞ് നാറ്റാൻ, യൂട്യൂബിൽ വന്ന് നാറ്റാൻ ഏറ്റവും വലിയ മഹതി ഇവളാണ്. അത് ഇവളെ കുടുംബമായാലും മറ്റുള്ള ആൾക്കാരുടെ കുടുംബമായാലും. അപ്പോൾ ആരുടെയെങ്കിലും കുടുംബത്തെ പറ്റി നാറ്റാൻ, നല്ല പബ്ലിസിറ്റി കൊടുക്കാൻ ഉണ്ടെങ്കിൽ ഇവളെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നിൻ്റെ ഷാരിഖ് മോനെല്ലാം നല്ല ബുദ്ധിയുണ്ടാവും. കാരണം കബീർക്ക് കുത്തിയിട്ടുണ്ടാക്കിയ മക്കളല്ലേ. നീ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞില്ല. പിന്നെ ഷെരീഫിൻ്റെ മണ്ണുണ്ണി ഉപ്പാനെ പോലെയല്ല, എൻ്റെ കബീർക്കാരെ വിത്താണ്, എൻ്റെ കബീർക്ക കുത്തി ഉണ്ടാക്കിയതാണെന്ന്.